السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل وسلم وبارك على نبينا محمد. പ്രിയമുള്ളവരെ, നമ്മുടെ അദ്കാറുകളിൽ അഥവാ പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഏകദേശം പഠിച്ചു കഴിയാനായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ പഠിതാക്കളൊക്കെ കുറച്ച് പുറകിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മൾ കൃത്യനിഷ്ഠയോടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഉപയോഗം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്, ദിവസവും രാവിലെ ഒരു തവണയായിട്ട് നമ്മൾ ഉപകാരപ്രദമായ അറിവും നല്ല വിഭവവും സ്വീകാര്യമായ സൽക്കർമ്മവും അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്കറിയാവുന്ന പ്രാർത്ഥന തന്നെയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ മുറുകെ പിടിക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാൻ കഴിഞ്ഞാലും വലിയ ഒരു അനുഗ്രഹവും സൗഭാഗ്യവുമാണ്. എന്നാൽ ആളുകൾക്ക് മറ്റെന്തിനൊക്കെയോ ആണ് താല്പര്യം. അപ്പോൾ ഒന്ന് പ്രാർത്ഥന പഠിക്കാനോ അതിനുവേണ്ടി മെനക്കെടാനോ ആരും തയ്യാറല്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ നമ്മൾ കാണുന്നത്. പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ ജീവിതം ഇപ്രകാരമായത്, അല്ലെങ്കിൽ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കാരണം പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് ലക്ഷ്യമാക്കുന്നവർ എത്ര പേരുണ്ട്? അക്കാര്യത്തിലൊക്കെ നമ്മുടെ മുസ്ലിം ഉമ്മത്ത്, അതായത് ബിദഅത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലില്ലാത്ത പ്രാർത്ഥനകളും മറ്റ് ഇബാദത്തുകളും ചെയ്യുന്നതിലാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഇത്തരം കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയാൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തൗഫീഖാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടക്കാം. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. വളരെ ഈസി ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, നിന്നോട് ഉപകാരപ്രദമായ അറിവ്, അസ്അലുക ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ ഉപകാരപ്രദമായ അറിവ്, അല്ലേ? അഥവാ നമുക്ക് ഉപകാരപ്രദമായിരിക്കണം നമ്മുടെ അറിവ് കൊണ്ട്, അല്ലാതെ വെറുതെ ഒരു പ്രഹസനമായി നമ്മളിങ്ങനെ പഠിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കണം. റിസ്ഖൻ ത്വയ്യിബ, ത്വയ്യിബായ റിസ്ഖ് അഥവാ വിഭവം, ആഹാരം, ഏറ്റവും ഹലാലായ നല്ല ആഹാരം എനിക്ക് നൽകണമേ. വഅമലൻ മുതഖബ്ബല, അതായത് സ്വീകരിക്കുന്ന സൽക്കർമ്മം, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതാകണമേ. ഈ 3 കാര്യവും വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ ദിവസവും നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ നന്നായി പരീക്ഷിക്കുന്നവനാണ്. കാരണം അവരുടെ ഈമാനും അവരുടെ സൽക്കർമ്മവും എത്രത്തോളം അള്ളാഹുവുമായി അടുത്തു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും സത്യവിശ്വാസികളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്, അല്ലേ? എല്ലാ വിഭവങ്ങളോടുകൂടിയും എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടിയും ആരെങ്കിലും ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും അവരവരുടേതായ നിലയിൽ പല പരീക്ഷണങ്ങളും നേരിടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്, അഥവാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ ഫസ്റ്റ് പഠിച്ചു. ഇനി ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥന, വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ദിവസവും രാവിലെ 100 തവണയാണ് ഈ ഒരു പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഇനിയിപ്പം നമുക്ക് എണ്ണം പിടിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ നമുക്കിങ്ങനെ ചൊല്ലാവുന്നതാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഏകദേശം ഒരു മനക്കണക്ക് കൊണ്ടൊക്കെ നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രാർത്ഥന ഇങ്ങനെയാണ്: അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. നമുക്കറിയാം, ഈ പ്രാർത്ഥനയൊക്കെ റമദാൻ മാസമായാൽ നമ്മൾ ഒരുപാട് ചൊല്ലാറുണ്ട്. ഇത് പ്രത്യേകിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ചൊല്ലാനുള്ളൊരു മനസ്സ് മാത്രം മതി നമുക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും 100 തവണ ദിവസവും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര തവണ ചൊല്ലിയാൽ മതിയാകും, അല്ലേ? ദിവസേന നമ്മുടെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മൾ. തീർച്ചയായും നമ്മളിതൊരു ദിനേന എത്ര ചൊല്ലിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മതിയാവില്ല.
അപ്പോൾ സുന്നത്തുകളെ ജീവിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. പൈശാചികമായ പ്രേരണകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ അദ്കാർ പഠനത്തിൽ അദ്കാർ സ്വബാഹ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അദ്കാറുൽ മസാഹാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ നിങ്ങൾ അദ്കാറുൽ സ്വബാഹ് അഥവാ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചത് പ്രകാരം നിങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.